കുബുദ്ധികളിലൂടെ ഇറാനെ തീർക്കാമെന്ന മോഹവുമായിട്ട് അമേരിക്ക കച്ച കിട്ടിയപ്പോൾ അറിഞ്ഞില്ല അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത്. അതെ, അമേരിക്കയുടെ സാമ്പത്തികം മുഴുവനായും ഇറാനെ തീർക്കാൻ ഉപയോഗിക്കുകയാണ്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുത്ത് അവിടെ വലിയൊരു പണപ്പെരുപ്പ് ഉണ്ടാക്കാൻ നോക്കിയ ട്രംപിന് സ്വന്തം ഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് വലിയ ഒരു തുകയാണ്. ഇനി ഇറാനെതിരായിട്ടുള്ള ഈ ഒരു സൈനിക നീക്കത്തിന്റെ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യം വൻതോതിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് തീർക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണം ആരംഭിച്ച് ആദ്യം 2 ദിവസത്തിനുള്ളിൽ മാത്രം $5.6 ബില്യൺ, ഏകദേശം 51,400 കോടി രൂപ വിലമതിക്കുന്ന അത്യാധുനിക യുദ്ധോപകരണങ്ങൾ US സൈന്യം ഉപയോഗിച്ചതായിട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു മിസൈലുകളുടെയും ബോംബുകളുടെയും വില മാത്രം കണക്കാക്കിയുള്ള തുക മാത്രമാണ് കേട്ടോ ഇത്. വ്യോമ പ്രതിരോധ ഇന്റർസെപ്റ്ററുകൾക്ക് അല്ലെങ്കിൽ ടോം ഹോക്ക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ 100 കണക്കിന് അത്യാധുനിക ആയുധങ്ങളാണ് ഇതിനോടകം തന്നെ അമേരിക്ക ചെലവഴിച്ചിട്ടുള്ളത്. മേഖലയിലെ ഈ സൈനിക വിന്യാസം, വിമാനങ്ങൾ, കപ്പലുകൾ എന്നിവ പ്രവർത്തന ചെലവ് കൂടി കൂട്ടുമ്പോൾ ആ ഒരു കാര്യം കൂടി വരുമ്പോൾ യഥാർത്ഥ സംഖ്യ ഇതിലും എത്രയോ മുകളിലാകാനാണ് സാധ്യത എന്നാണ് ഈ റിപ്പോർട്ട് വരുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ഭാരിച്ച ചെലവ് US സൈന്യത്തിന്റെ സന്നദ്ധതയെ ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ വാഷിംഗ്ടണിൽ ഉയർന്നിട്ടുണ്ട്. കാരണം ഇറാനിലെ 5000-ലധികം ലക്ഷ്യങ്ങൾ തകർക്കാൻ ഈ 2000-ലധികം യുദ്ധോപകരണങ്ങളാണ് സെൻട്രൽ കമാൻഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ദീർഘകാലം യുദ്ധം തുടർന്നാൽ അത്യാധുനിക ആയുധങ്ങളുടെ ലഭ്യത കുറയുമെന്നുള്ള ഒരു പേടിയുണ്ട്. മാത്രമല്ല ഈ നിയമനിർമ്മാതാക്കൾ ഇതിനെ ഭയപ്പെടുന്നുമുണ്ട്. ദൗത്യം പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ പെന്റഗണിന്റെ പക്കലുണ്ട് എന്ന് വക്താവ് ഷോൺ പാർനെൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഇറാനിയൻ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് US പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴിൽ ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനിയെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ടെഹ്റാൻ തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ് ചെയ്തത്. ഈ ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞതും തന്ത്രപ്രധാനമായിട്ടുള്ള താവളങ്ങൾ ലക്ഷ്യമിട്ടും ഇറാൻ പ്രതിരോധം തുടരുകയാണ്. ഇത് നടക്കുമ്പോൾ തന്നെ ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണുകളെയും ഗൾഫ് രാജ്യങ്ങൾ ഫലപ്രദമായി പ്രതിരോധിച്ചത് US-ന് ആശ്വാസമായിട്ടുണ്ട്. എന്നിരുന്നാലും യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കുന്നതിനായിട്ട് അത്യാധുനിക മിസൈലുകളിൽ നിന്ന് ലേസർ ഗൈഡ് ബോംബുകളിലേക്ക് മാറാൻ US ആലോചിക്കുന്നുണ്ട്. ഇതൊരു ആക്രമണത്തിന്റെ ചെലവ് $1,00,000 നിന്ന് $1 ലക്ഷം താഴെയായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഈ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെൻസെത്ത് സൂചിപ്പിക്കുന്നത്. അതായത് ഇറാൻ പ്രതിസന്ധി നേരിടാൻ പസഫിക് മേഖലയിൽ നിന്നൊരു ദക്ഷിണ കൊറിയയിൽ നിന്നും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുകയാണ് ട്രംപ് ഭരണകൂടം. ചൈനയെ പ്രതിരോധിക്കാൻ നീക്കിവെച്ചിട്ടുള്ള ആസ്തികൾ ഇപ്രകാരം മാറ്റുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ഒരു ആഗോള സൈനിക സ്വാധീനത്തെ തന്നെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നോക്കിക്കേ, യുദ്ധം തുടരുന്നതിനായിട്ട് വൻ തുകയുടെ അനുബന്ധ ബജറ്റ് ഈ ഒരു ആഴ്ച കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ ഭരണകൂടം പദ്ധതി ഇടുന്നുണ്ടെങ്കിലും ഡെമോക്രാറ്റുകളിൽ നിന്ന് ഇതിന് ശക്തമായിട്ട് ഉള്ള ഒരു എതിർപ്പ് ഉണ്ടാകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനും ഇസ്രയേലും അമേരിക്ക സംയുക്ത സേനയും തമ്മിലുള്ള ഈ ഒരു ഭൗമരാഷ്ട്രീയ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുതിച്ചുയരുകയാണ്. മാത്രമല്ല ഇതുമൂലം വിലക്കയറ്റം വരും ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വിലയിൽ വൻ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഈ സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുകയാണ്. അതായത് അമേരിക്കയുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു, പക്ഷെ അത് അമേരിക്കയിൽ മാത്രം നിലനിൽക്കില്ല. കാരണം ഈ കടലിടുക്കിലൂടെ ഇറാൻ കടത്തിവിട്ടാലേ പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് ക്രൂഡ് ഓയിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല ഇപ്പൊ ഇങ്ങനെ ഒരു യുദ്ധം തുടർന്ന് പോവുകയാണെങ്കിൽ ഈ സാധനങ്ങൾക്ക് വില കൂടും. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ലോകത്ത് തന്നെ സൃഷ്ടിക്കും. എന്തായാലും ഊർജ്ജ പ്രതിസന്ധി നേരിട്ട് കാർഷിക മേഖലയും വിതരണ ശൃംഖലയും ബാധിക്കുന്നതാണ് ഈ ആശങ്കയ്ക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഗതാഗത ചെലവാണ് മറ്റൊരു പ്രധാന ഘടകം. ഈ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധന വില കൂടുമ്പോൾ ചരക്ക് നീക്കത്തിനുള്ള ചെലവ് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. കപ്പൽ മാർഗവും റോഡ് മാർഗവുമുള്ള വിതരണ ശൃംഖലകൾ താളം തെറ്റുന്നത് പാൽ, പച്ചക്കറികൾ, മാംസം തുടങ്ങിയ വേഗത്തിൽ ഈ നശിച്ചു പോകുന്ന സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമായിട്ട് ഉയരാൻ കാരണമാകുകയും ചെയ്യും. ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് ഇത് ഏറ്റവും ദോഷകരമായിട്ട് ബാധിക്കാൻ പോകുന്നത്. ആഗോളതലത്തിൽ ഭക്ഷ്യസുരക്ഷ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുമെന്ന്
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പാവപ്പെട്ട രാജ്യങ്ങളിൽ പട്ടിണിയും പോഷകാഹാരക്കുറവും വർദ്ധിക്കാൻ ഇത് കാരണമായേക്കാം. മാത്രമല്ല, നിലവിൽ തന്നെ ഈ പണപ്പെരുപ്പം നേരിടുന്ന പല രാജ്യങ്ങളും എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള മാറ്റത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയിലൂടെ ആണ് കടന്നു പോകുന്നത്. ഇന്ധനവില വർധനവ് അത് തന്നെ പരോക്ഷമായിട്ട് പാക്കേജിംഗ് മേഖലയും ബാധിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാക്കേജിംഗ് സാമഗ്രികൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഈ ഉൽപാദനം മുതൽ ഉപഭോക്താവിന്റെ കൈകളിൽ എത്തുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും ചെലവ് കൂടുന്നത് ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ അത് സാരമായിട്ടും ബാധിക്കും. മാത്രമല്ല, ഈ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുമെന്ന് ഈ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഈ പറയുന്ന സാമ്പത്തിക നഷ്ടം, അതായത് ആയുധങ്ങൾ മേടിച്ച് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് അമേരിക്കയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, പലയിടത്തേക്കും അത് വ്യാപിപ്പിക്കും. കാരണം എണ്ണവില കൂടുന്നത്, മറ്റ് സാധനങ്ങളുടെ വില കൂടുന്നത്, ക്രൂഡ് ഓയിൽ കുറയുന്നത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വരും ദിവസങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.